നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയായ ചെന്താമരയുടെ ചോദ്യം ചെയ്യലിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. അയൽവാസി പുഷ്പയെ കൊലപ്പെടുത്താൻ കഴിയാത്തതിൽ പ്രതിക്ക് ഇപ്പോഴും കടുത്ത നിരാശ. തന്റെ കുടുംബം തകർത്തത് പുഷ്പയാണെന്ന് ചെന്താമര ഇന്ന് പോലീസിനോട് പറഞ്ഞു. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് നിഖിൽ പ്രമീഷ് തത്സമയം ചേരുകയാണ്. നിഖിൽ, ഇയാളൊരു ബോൺ ക്രിമിനലാണോ, വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ ഇയാളിത് പറയുന്നത്? ഗുഡ് ഈവനിങ്. ചെന്താമര രണ്ടു കൽപ്പിച്ചാണ്. ചെന്താമരയ്ക്ക് ഇന്നിപ്പോൾ തെളിവെടുപ്പിനിടെ പുഷ്പ എന്ന വയോധികയെ, അവിടുത്തെ അവരൊരു കാലിന് അസുഖമുള്ള ഒരു സ്ത്രീ കൂടിയാണ്, അവരെ ഇന്ന് വളരെ രൂക്ഷമായി ഈ തെളിവെടുപ്പിനിടെ പ്രതി നോക്കുന്നുണ്ടായിരുന്നു. അതിനർത്ഥം, അതായത് പ്രതിക്ക് ഈ പുഷ്പയോടുണ്ടായിരുന്ന കടുത്ത വൈരാഗ്യം നിലനിൽക്കുന്നുണ്ട്. പ്രതിയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളുകളിൽ ഒരാൾ തന്നെയാണ് പുഷ്പ. പുഷ്പയെ ഇത്രമേൽ പുഷ്പയോട് ദേഷ്യം തോന്നാനുള്ള കാരണം തൻ്റെ കുടുംബം തകർത്തത് പുഷ്പയാണ് എന്നാണ്. പുഷ്പയാണ് ഈ കുടുംബം തകർത്തവരിൽ ഒരാൾ എന്നുള്ളതാണ് പ്രതി വിശ്വസിക്കുന്നത്. തൻ്റെ ഭാര്യയോട് പല കാര്യങ്ങളും ചെന്ന് പറഞ്ഞു കൊടുത്തിരുന്നതൊക്കെ പുഷ്പയാണ് എന്ന് ഇയാൾ വിശ്വസിക്കുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ചോദ്യം ചെയ്തപ്പോൾ പ്രതി തനിക്ക് ഈ പുഷ്പയെ കൊലപ്പെടുത്താൻ കഴിയാത്തതിൽ കടുത്ത നിരാശയുണ്ട് എന്ന് പറയുന്നത്. താനിനി ഒരിക്കലും പുറത്തിറങ്ങില്ല എന്ന് അറിയുന്നത് കൊണ്ടാണ് ആ കാര്യം ബോധ്യപ്പെടുത്തുന്നത്. എന്തായാലും പ്രതിയെ ഈ പുഷ്പയെ കൊലപ്പെടുത്താൻ കഴിയാത്തതിൽ തനിക്ക് വലിയ നിരാശയുണ്ട്. ഇനി ഒരു ദിവസം പോലും താൻ പരോൾ ആവശ്യപ്പെടില്ല എന്നുകൂടി പ്രതി പറയുന്നുണ്ട്. താൻ ചെയ്തത് വലിയ കുറ്റമാണ് എന്ന ബോധ്യമുണ്ട്. അതേസമയം ഈ പുഷ്പ തൻ്റെ കുടുംബം തകർത്തു, തൻ്റെ കുടുംബത്തെ ഇഴവിരിയിക്കാൻ കാരണമാക്കിയത് തന്നെ പുഷ്പയാണ് എന്നാണ് പ്രതി കരുതുന്നത്. നമ്മളോട് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഈ തെളിവെടുപ്പ് കഴിഞ്ഞ സമയത്ത് തന്നെ പുഷ്പ സംസാരിച്ചിരുന്നു. അപ്പോൾ തന്നെ അവർ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്, തന്നെ വളരെ രൂക്ഷമായാണ് നോക്കിയത്. ഒരിക്കൽ കൂടി അയാൾ പുറത്തിറങ്ങുകയാണെങ്കിൽ തന്നെയും കുടുംബത്തെയും വകവരുത്തുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ആശങ്കയുണ്ട്. അതുകൊണ്ട് ഇവിടെ താമസിക്കാൻ ഇനി ധൈര്യമില്ല എന്നൊക്കെയാണ് പുഷ്പ പറഞ്ഞത്. എന്നാൽ അവരുടെ ആ സംശയത്തെ ശരിവെക്കുന്നത് തന്നെയാണ് ഈ പ്രതിയുടെ വെളിപ്പെടുത്തലും. പ്രതി എന്തായാലും മറ്റൊരു കൂസലുമില്ലാതെ തൻ്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ പോലീസിനോട് ഇങ്ങനെ പറഞ്ഞ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ തെളിവെടുപ്പിനിടെയും തെല്ലും കൂസലില്ലാതെയായിരുന്നു പ്രതിയുടെ പെരുമാറ്റം. നാളെയും തെളിവെടുപ്പുണ്ട്. പ്രതി ആയുധം വാങ്ങിയ എലവഞ്ചേരിയിൽ എത്തിച്ചാണ് പ്രതിയെ നാളെ തെളിവെടുക്കുക. താങ്ക് യു നിഖിൽ.